പ്രൈസ് ദി ലോർഡ്. നാമത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖമായി ശുഭമായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നു. ഹാലലിയ. കർത്താവ് നമ്മുടെ സൃഷ്ടാവാണ്. ഹാലലിയ. സ്തോത്രോൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹാലലിയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ വിലയേറിയവരും മാന്യരും, ഹാലലിയ, ദൈവത്തിന് പ്രിയപ്പെട്ടവരുമാകുന്നു. ഹാലലിയ. നമ്മുടെ ജീവിതത്തിന് വില ഭയങ്കരമാണ്. ഈ ലോകത്തേക്കാൾ അപ്പുറമാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ വില. ഹാലലിയ. നമുക്കത് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു ഹാലലിയ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ പാപത്തിൽ നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഹാലലിയ സ്തോത്രം നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഹാലലിയ സ്തോത്രം ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്ന ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം എൻ്റെ പേരൻസ് ഹാലലിയ അന്നത്തെ കാലത്ത് വളരെ ചെറുപ്പമായ കാലമാണ്. സ്തോത്രം 30 വർഷത്തിന് കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം എൻ്റെ മാതാപിതാക്കൾ അന്ന് ഹാലലിയ സ്തോത്രം ഒരു ചെറിയ ബിസിനസ് തുടങ്ങുവാൻ ഞങ്ങളുടെ സ്ഥലത്ത് കുറച്ച് ദൂരെയായിട്ട് അവരവിടെ കടന്നുപോയി. അപ്പോൾ ഞാൻ വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ വീട് മലമ്പ്രദേശത്താകുന്നു. അപ്പോൾ ഹാലലിയ ഞങ്ങളുടെ വീട്ടിലെ ഒരു കോഴി ഹാലലിയ കുറേ മുട്ടയിട്ട് അടവെച്ച് കുഞ്ഞുങ്ങളുമായി ഇറങ്ങി വന്നു. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഹാലലിയ. ഒരു ദിവസം ഭയങ്കര ഇടിവെട്ടി ഭയങ്കര മഴ പെയ്യുന്ന സമയം, സന്ധ്യാസമയമായി. അല്ലെങ്കിൽ ഇവയൊക്കെ പിടിക്കാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് മഴയത്ത് ഇടിവെട്ടുന്ന മഴയത്ത് ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ ഞാനങ്ങ് മരിച്ചു പോയാലും വേണ്ടില്ല, എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ഈ കോഴി കുഞ്ഞുങ്ങളെ എനിക്കിങ്ങ് തരണമേ. എനിക്ക് അറിവില്ലായ്മ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കോഴിയുടെ ജീവനും ഹാലലിയ മനുഷ്യൻ്റെ ജീവനും തമ്മിലുള്ള വ്യത്യാസമൊന്നും തിരിച്ചറിയാനുള്ള പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അങ്ങനെ അന്ന് എനിക്ക് ആ കോഴി, ഞാൻ മരിച്ചൊന്നുമില്ല, ഞാൻ കോഴികളെ പിടിച്ചു, കുഞ്ഞുങ്ങളെ പിടിച്ചു, ഹാലലിയ തള്ളക്കോഴിയെ പിടിച്ചു കൂട്ടിലാക്കി. എന്നാൽ നെക്സ്റ്റ് ഡേയിൽ ഹാലലിയ ഈ കോഴി ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി കരയുന്ന കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു കോഴി കുഞ്ഞു പോലും അവിടെയില്ല. അല്ലല്ല, എല്ലാത്തിനെയും പാമ്പ് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും എന്തോ തിന്നിട്ട് പോയി. ഈ തള്ളക്കോഴി കിടന്ന് ഭയങ്കര നിലവിളി. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറയുകയാണ്, നിൻ്റെ ജീവൻ ഈ കോഴിയുടെ ജീവനുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. നീ എനിക്ക് പ്രിയപ്പെട്ടതാകുന്നു. ഹല്ലേലൂയ. നീ എനിക്ക് ഹല്ലേലൂയ വിലയേറിയതാകുന്നു എന്ന് എന്നെ ദൈവം മനസ്സിലാക്കി തന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക ചത്താ മതി, ഹാലലിയ, അല്ലെങ്കിൽ പോയി നമ്മൾ ഒടുക്കിക്കളയും നമ്മളെ തന്നെ, ഹാലലിയ, ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുക. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം നമുക്ക് നശിപ്പിക്കുവാനുള്ളതല്ല. നമുക്ക് ഹാലലിയ ദൈവം തന്ന ജീവിതം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവം ഹാലലിയ നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നന്നായി വ്യാപാരം ചെയ്യുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിനുവേണ്ടി ക്രമപ്പെടുത്തുവാൻ നമ്മളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും. അപ്പോൾ നോക്കിക്കുക, ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടി ഹാലലിയ, എന്നാലും നമ്മുടെ പ്രാണനെ നമുക്ക് നേടാൻ പറ്റിയില്ല. നാം ഒരിക്കൽ മരിക്കും. ഹാലലിയ. അന്നേരം ഹാലലിയ ഉണ്ടാക്കിയതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. എന്നാൽ നമ്മുടെ പ്രാണനെ നമുക്ക് എങ്ങനെ നേടുവാൻ കഴിയും? കാരണം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവൻ ഹാലലിയ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ ഹാലലിയ സ്തോത്രം നമ്മൾക്ക് നിത്യജീവനെ ഹാലലിയ കർത്താവ് ഹാലലി തരുവാനിടയായി തീരും. ഹാലലിയ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? നമ്മൾ ഓടി വളരെ അധ്വാനിച്ചു, നമ്മൾ വീടുണ്ടാക്കി, അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചു, മക്കളെ വളർത്തി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നല്ല പേര് ദേശത്തുണ്ടായി, നമ്മൾ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഹാലലി മാന്യരായി തീർന്നു. എന്നാൽ എൻ്റെ പ്രാണനെ ഞാൻ ഹാലലി നേടിയില്ല, എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അയ്യോ കഷ്ടം. നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നിത്യനായ ദൈവത്തെ സേവിച്ച് ഈ ലോകത്തിൽ ഹാലലിയ സ്തോത്ര കഷ്ടവും പ്രയാസവും ദുഃഖവും എല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഹാലലി ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, കർത്താവിന് വേണ്ടി നമ്മുടെ പ്രാണനെ കൊടുത്ത, കർത്താവേ ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിലെ കുറവശങ്ങൾ ക്ഷമിക്കണമേ, നിന്റെ പൈതലാക്കി തീർക്കണമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശു എനിക്ക് മരിച്ചുവെന്ന് ഹാലലി എനിക്ക് വേണ്ടി ലോകത്തിൽ വന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഹല്ലേലൂയ സ്തോത്രം നിത്യജീവനെ പ്രാപിക്കുന്ന ദൈവവചനത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.
സ്തോത്രം. ലൂക്കോസിന്റെ ശേഷം 12:7 പറയുന്നു, നിങ്ങളുടെ തലയിൽ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. ഹാലലി. അപ്പൊ നോക്കിക്കേ, മനുഷ്യനായെന്ന് നമ്മുടെ തലയിലെ മുടികൾ എത്ര ഉണ്ടെന്ന് നമ്മുടെ ദൈവത്തിനറിയാം. അവയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഹാലലി. അത്രമാത്രം നമ്മൾ ദൈവത്തിന് വിശേഷതയുള്ളവരാണ്. നമ്മുടെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം വിലയേറിയതാകുന്നു. ഹാലലിയ. അത് നശിപ്പിച്ച് കളയുവാനുള്ളതല്ല. ഹാലലിയ. അത് നഷ്ടപ്പെടുത്തി കളയുവാനല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ഹാലലിയ ആത്മീയ സന്തോഷം നമുക്ക് തരുവാനിടയായി തീരും. ഹല്ലേലൂയ. 1 പത്രോസ് ഹല്ലേലൂയ 1:18-19 ചേർത്ത് വായിക്കുമ്പോൾ, വൃദ്ധവും പാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയൊക്കെ അഴിഞ്ഞു പോകും, അതൊക്കെ നശിച്ചു പോകും. എന്നാൽ നശിച്ചു പോകാത്ത ഒന്നുണ്ട്, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ അഴിഞ്ഞു പോകുന്നതല്ല, അത് നിത്യതയുള്ളതോളം നിലനിൽക്കുന്നതാണ്, നിത്യമായതാണ്. ഹാലലൂയ. അതുകൊണ്ട് ദൈവപൈതലേ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തി ഹാലലൂയ നമ്മുടെ പ്രാണനെ നാം നേടുന്നവരായി തീരട്ടെ. ഹാലലൂയ. സങ്കീർത്തനം 49:7 വായിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്ക് ജീവിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുപ്പാനോ ആർക്കും കഴിയില്ല. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും പറയാണ്, മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി, അയ്യോ ഞാൻ വിട്ടുതരത്തില്ല, ഞാൻ എൻ്റെ ജീവൻ തന്നിട്ട് ഹല്ലേലൂയ അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ രക്ഷപ്പെടുന്ന ഒരു അനുഭവമല്ല. പിന്നെയോ ഹല്ലേലൂയ സങ്കീർത്തനം 49:9 പറയുന്നു, അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കില്ല. സ്തോത്രം. ആ മനുഷ്യന് വീണ്ടെടുക്കാൻ കഴിയത്തില്ല, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ കഴിയും. അതിനുവേണ്ടി കർത്താവ് അവൻ്റെ വില കൊടുത്തു. എന്തോ കൊടുത്തേ? തൻ്റെ പ്രാണനെ കൊടുത്തു. തൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുക്കയാൽ ഹല്ലേലൂയ ദൈവവൈതലേ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ജീവന്റെ ബലം മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ യേശുവിൽ വിശ്വസിക്കുക. യോശുവ പറഞ്ഞ പോലെ ഞാനൊരു കുടുംബമോ ഞങ്ങൾ യഹോവയിൽ ഹല്ലേലൂയ വിശ്വസിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തിന് മുൻപാകെ വാസ്തവമായി ഹല്ലേലൂയ, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ കുറവ് ഞാൻ പാവിയായ ഒരു വ്യക്തിയാവുന്നു, നിന്റെ പൈതലാക്കി എന്നെ തീർക്കണമെന്ന് ഹൃദയത്തിലെ ഹല്ലേലൂയ ഇരുന്ന് ദൈവസന്നിധി ഇരുന്ന് ദൈവത്തോൻ്റെ മുൻപാകെ ഇതുവരെ ചെയ്തതല്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ കർത്താവായിരിക്കണം. കർത്താവ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കർത്തൃത്വം നടത്തുന്ന ആൾ. ഇതുവരെ ഷൈനിയാണ്, ഷൈനിയുടെ ജീവിതത്തെ നിയന്ത്രിച്ചെങ്കിൽ യേശു കർത്താവായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവാകുന്നു. നാം തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ദൈവത്തോട് തീരുമാനം ചോദിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റു പറയുകയും എന്താ പറയണ്ടേ? യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇനി എന്നെ ചേർക്കാൻ വീണ്ടും വാനമേങ്ങളിൽ വരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റു പറയുകയും നമ്മൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പ്രാണനെ നേടി ആ നിത്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.